ടി.പി. സെൻകുമാർ IPS പ്രത്യേകിച്ച് ഒരു മുഖവരയുടെ ആവശ്യമില്ല. കേരളത്തിൻ്റെ DGP ആയിരുന്നു, ക്രമസമാധാന ചുമതലയുള്ള DGP. അന്ന് തന്നെ അദ്ദേഹം ചില പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയത് വിവാദമാകുകയും ചർച്ചയാകുകയും ചെയ്തതാണ്. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം BJPയിൽ ചേർന്നു. BJPയുടെ വക്താവാകുന്നു, പ്രമുഖ നേതാവാകുന്നു. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയിലും വിവിധ ഹിന്ദുത്വ സംഘടനകളിലും പ്രവർത്തിക്കുന്നു. നല്ല RSSകാരൻ, BJPയുടെ വക്താവിനെ പോലെ പ്രവർത്തിക്കുന്ന ആൾ. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. BJPക്കകത്ത് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ്. എന്താണ് BJP? ഈഴവരോട്, ഈഴവ സമൂഹത്തോട് BJP നേതാക്കളുടെ മനോഭാവം എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് വായിക്കാം. ടി.പി. സെൻകുമാർ: ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിക്കാൻ OBC മോർച്ചയെ ഏൽപ്പിക്കുന്ന BJP ഗുരുദേവൻ 1916 തന്നെ പറഞ്ഞ കാര്യങ്ങൾ മറന്നാണ് പ്രവർത്തിക്കുന്നത്. നാം ഒരു വർഗത്തിൻ്റെ മാത്രം ആളല്ലെന്നും നാം ജാതിഭേദം വിട്ടിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നും ഗുരുദേവൻ അരുളി ചെയ്തതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലേ? ചോദ്യമാണ്. ടി.പി. സെൻകുമാർ ചോദിക്കുന്ന ചോദ്യമാണ്. ആരോടാണ് ചോദിക്കുന്നത്? BJPയുടെ സംസ്ഥാന നേതൃത്വത്തോട്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട്, അതിന് താഴെയുള്ള സഹഭാരവാഹികളോട്, BJPയുടെ മൊത്തം പ്രവർത്തകരോടും നേതാക്കളോടും ചോദിക്കുന്ന ചോദ്യമാണ്. BJPയുടെ അനുഭാവി, RSS പ്രവർത്തിക്കുന്ന ആൾ, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള വിവിധ ഹിന്ദു സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾ, BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ടി.പി. സെൻകുമാർ നേരത്തെ. അങ്ങനെ അട്ടിമുടി BJP ആയ ടി.പി. സെൻകുമാർ ചോദിക്കുന്ന ചോദ്യമാണ് BJPയുടെ സംസ്ഥാന നേതാക്കളോട്. ഇതുവരെയും മറുപടിയൊന്നും വന്നിട്ടില്ല. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒന്നുകൂടി വായിക്കാം. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിക്കാൻ OBC മോർച്ചയെ ഏൽപ്പിക്കുന്ന BJP, ഗുരുദേവൻ 1916 തന്നെ പറഞ്ഞ കാര്യങ്ങൾ മറന്നാണ് പ്രവർത്തിക്കുന്നത്. BJP പ്രവർത്തിക്കുന്നത് ഗുരുദേവൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മറന്നാണ്. നാം ഒരു വർഗത്തിൻ്റെ മാത്രം ആളല്ലെന്നും നാം ഒരു ജാതിഭേദം വിട്ടിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നും ഗുരുദേവൻ അരുളി ചെയ്തതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലേ എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റോടൊപ്പം ഒരു ചിത്രവും കൂടി പങ്കുവെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഭാരതീയ ജനതാ പാർട്ടി OBC മോർച്ച എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റി, ഉദ്ഘാടനം AN രാധാകൃഷ്ണൻ. അതിനുശേഷം താഴെ കൊടുക്കുന്നു: ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷവും സാംസ്കാരിക സമ്മേളനവും 2025 സെപ്റ്റംബർ 6 ശനി വൈകിട്ട് 4 ഫെഡറൽ ബാങ്ക് ഓഡിറ്റോറിയം, ആലുവ. പ്രമുഖ സാംസ്കാരിക സാമുദായിക നേതാക്കൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രം. ആ ചിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയുണ്ട്, മോദിയുണ്ട്, JP നദ്ദയുണ്ട്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചിത്രമുണ്ട്, മറ്റ് പ്രാദേശിക നേതാക്കളുടെ ചിത്രവുമുണ്ട്. ഈ ഫോട്ടോയും കൂടി വെച്ചിട്ടാണ് ടി.പി. സെൻകുമാർ ചോദിക്കുന്നത്. ഇവിടെ ഈഴവ സമൂഹത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ വലിയ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് BJP. ഈഴവ സമൂഹത്തെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രീയ പാർട്ടിയെ NDAയോടൊപ്പം നിർത്തി NDAയുടെ കൺവീനർ സ്ഥാനം ആ പാർട്ടിക്ക് നൽകി ഈഴവ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വലിയ ശ്രമം നടത്തിയിരുന്നു. വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തെ മരീമസമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്, ഇപ്പോഴും തുടരുന്നുമുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈഴവ സമൂഹം BJPക്ക് എതിരെ നിൽക്കുന്ന കാഴ്ച നാം ഏറെക്കാലമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളോടൊപ്പമാണ് ഈഴവ സമൂഹം നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് BJP നേതൃത്വം ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കാത്തത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. BJPയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. അത് സവർണ മേധാവിത്വം ഉറപ്പിക്കുന്ന രാഷ്ട്രീയ ഘടനയാണ് BJPയുടെ ഘടന. അതുകൊണ്ട് ആ ഘടനയിൽ ഈഴവ സമൂഹത്തിന് ഏറ്റവും താഴെ മാത്രമേ സ്ഥാനമുള്ളൂ. അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈഴവ സമൂഹത്തെ കൂടെ നിർത്താൻ BJP വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ടി.പി. സെൻകുമാറിൻ്റെ ഈ ചോദ്യം പ്രസക്തമാകുന്നത്. എന്തിനാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിക്കാൻ OBC മോർച്ചയെ ചുമതലപ്പെടുത്തുന്നത്? എന്തുകൊണ്ട് BJPക്ക് നേരിട്ട് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടത്തിക്കൂടാ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിന് ഉത്തരമുണ്ട്. കാരണം BJPയുടെ രാഷ്ട്രീയം അതിന് അനുവദിക്കുന്നില്ല. BJPയുടെ രാഷ്ട്രീയം
ഈഴവ സമൂഹത്തെയോ അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ പോലും സ്വീകരിക്കുന്നില്ല. പുറത്തു പറയും, പുറത്തു വലിയ പ്രസംഗമൊക്കെ നടത്തും. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്, ദർശനങ്ങളെ കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്ന BJPയുടെ എത്രയോ നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. BJPയുടെ സമുന്നത നേതൃ പദവിയിൽ തന്നെ ഈഴവ സമൂഹത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷെ അവിടെ എത്തുന്നതോടുകൂടി അവരുടെ സ്വഭാവം മാറുകയാണ്, നിറം മാറുകയാണ് ചെയ്യുന്നത്. അതെല്ലാം വിളിച്ചു പറയുന്നതാണ് TP സെൻകുമാറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതായാലും ചർച്ചയായിട്ടുണ്ട് BJPക്കകത്തും പുറത്തും. വലിയ ചർച്ചയാകും വരും ദിവസങ്ങളിൽ BJPക്ക് അകത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ രാഷ്ട്രീയ സ്വഭാവം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്ന, പ്രത്യേകിച്ച് ഈഴവ സമൂഹത്തോട് വിളിച്ചു പറയുന്നതാണ് TP സെൻകുമാറിൻ്റെ ഈ പോസ്റ്റ്. അത് ഈഴവ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇതാണ് BJP, ഇതാണ് BJPയുടെ രാഷ്ട്രീയം. മറ്റെല്ലാം വെറും മുഖം മൂടികൾ മാത്രമാണ് എന്ന് ഉറപ്പിക്കുന്നു TP സെൻകുമാർ തന്നെ.